ഹായ് കൂട്ടുകാരെ, ഇതെൻ്റെ വീട്ടിലെ റംബുട്ടാനാണ്. റംബുട്ടാൻ ഇത് കുറച്ചൊക്കെ ഞങ്ങൾ പറിച്ച് ബാലൻസാണ് നിൽക്കുന്നത്. പഴുത്ത് നിൽക്കുകയാണ്. വലയിട്ടിരിക്കുന്നത് കണ്ടോ. ഇത് കാക്കയും മറ്റുള്ള ജീവികളും എല്ലാം വന്ന് കൊത്തിക്കൊണ്ട് പോകുകയാണ്. ഇത് പഴുത്തില്ല നല്ലവണ്ണം. പഴുക്കുന്നതിന് മുൻപ് എല്ലാം കൊത്തി പറിച്ചുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വലയിട്ടിരിക്കുന്നത്. ഇതൊരു ചെറിയൊരു റംബുട്ടാനാണ്. ഇത് ബഡ് തൈയാണ്. വാങ്ങി 3-ാമത്തെ വർഷം തന്നെ കായ്ക്കുകയുണ്ടായി. ബഡ് തൈ ആയതുകൊണ്ട് നമുക്കിത് പറിക്കാനൊക്കെ നല്ല എളുപ്പമാണ്. അതിൻ്റെ കണ്ട നമുക്ക് വേണമെങ്കിൽ ഇതാ പറിച്ചെടുക്കാൻ സാധിക്കും. നല്ല എളുപ്പത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ നാടൻ മരം ഞങ്ങളെ വീട്ടിലുണ്ട്. അതാണെങ്കിൽ ഭയങ്കര പൊക്കമാണ്. അത് പഴമാവുമ്പോൾ പറിച്ചെടുക്കാനൊക്കെ വലിയ പാടാണ്. വലയിടാനും പറ്റില്ല. എല്ലാം കാക്കയും മറ്റുള്ള പക്ഷികളും എല്ലാം കൊണ്ടുപോകും. എന്നാൽ ഇതാണെങ്കിൽ ഇങ്ങനെ മൂട്ടിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വലയിടാൻ പറ്റും. ഇതാ നല്ല എളുപ്പത്തിന് നമുക്ക് തന്നെ കൈകൊണ്ട് പറിച്ചെടുക്കാൻ പറ്റും. ഇതാ എൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഫ്രൂട്ട്സൊക്കെ നിൽക്കുന്നത്. എന്താ നിൽക്കുകയാണ്. എനിക്ക് പറിച്ചെടുക്കാൻ പറ്റും. നല്ല എളുപ്പത്തിൽ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. ഇതേപോലെ ബഡ് തൈ വാങ്ങിച്ച് നട്ടാൽ അത് 3 വർഷമാകുമ്പോൾ കായ്ക്കുകയും ചെയ്യും. നാടൻ മരം പോലെ വളരെയധികം പൊങ്ങിപ്പോകുകയില്ല. നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും. നാടൻ മരമാണെങ്കിൽ 5-6 വർഷം കഴിഞ്ഞാലേ കായ്ക്കുള്ളൂ. ഞങ്ങൾ വലിയ വളമൊന്നും ഇതിനിട്ടിട്ടില്ല. ഞങ്ങൾ ചാരം മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ കുമ്മായ ഇട്ട് കൊടുക്കും വർഷം തോറും. വേറെ ഒന്നും ഒരു പ്രാവശ്യം എല്ലുപൊടി ഇട്ട് കൊടുത്തു. ഇത്രയും തന്നെയാണ് ഇട്ട് കൊടുത്തത്. നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട് ഈ ബഡ് തൈയിൽ നിന്ന് കിട്ടും. പിന്നെ നാടൻ മരം നമുക്കുണ്ട്. അതിലുള്ള ഫ്രൂട്ട്സൊക്കെ കുറേയൊക്കെ നമ്മൾ കഴിച്ച് കുറേയൊക്കെ ആവശ്യക്കാർക്ക് കൊടുക്കുകയുണ്ടായി. ഇതിലെത്ര കൊല ഫ്രൂട്ട് കണ്ട. ഒരു കൊലയിൽ തന്നെ ഇത് ഒരു കൊലയാണ്. ഇത് കുറേ കായകളുണ്ട് ഒരു കൊലയിൽ തന്നെ. ഇതേപോലെ നിങ്ങളെ വീട്ടിൽ എല്ലാവരുടെയും വീടുകളിൽ ഇതേപോലെ ഓരോ റംബുട്ടാൻ മരം വാങ്ങിച്ച് നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രൂട്ട് വാങ്ങുന്നതിനേക്കാളും നിങ്ങൾ ആവശ്യത്തിനുള്ള ഫ്രൂട്ട് കിട്ടും. ഇത് കുറേ പഴുത്തുന്നതൊക്കെ കായൊക്കെ പറിച്ച് മഴയായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്ന് പിന്നെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് വീഡിയോ എടുത്തതാണ്. ഇന്നും കുറച്ച് കായ് പഴുത്തത് പറിച്ചായിരുന്നു. ഇത്ര ഭംഗിയായിട്ട് കായ്ച്ച് നിൽക്കുന്നുണ്ട്. അടുത്ത് തന്നെയാണ്, നമുക്ക് പറിക്കാനും പറ്റും. വല വേണമെങ്കിൽ വലയിടാൻ സാധിക്കും. കണ്ട വലയിട്ടിരിക്കും. വലയിടുമ്പോൾ ഇങ്ങനെ വല അടക്കം. കാക്കയ ഒന്നും വന്ന് പറിച്ചെടുക്കില്ല. പറിച്ചതിൻ്റെ തണ്ടൊക്കെയാണ് കാണുന്നത്. ഇത് വലിയതായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കണ്ടേ. എപ്പോഴും വെള്ളമൊന്നും ഒഴിക്കണ്ടേ. ഞങ്ങളെന്നും വെള്ളമൊന്നും ഒഴിക്കില്ലായിരുന്നു. ഇതാ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രൂട്ട് ഇതാ ഈ മരത്തിൽ നിന്ന്, ഒരു മരത്തിൽ നിന്ന് തന്നെ ബഡ് തൈയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കിട്ടുകയുണ്ടായി. പിന്നെ നാടൻ മരത്തിലുള്ളതൊക്കെ കായ്ച്ച് എല്ലാം ഞങ്ങൾ പറിച്ച് കഴിഞ്ഞ്. ഇതെല്ലാം ഇപ്പോൾ വെറുതെ മരം നിൽക്കണതേ ഉള്ളൂ. വീണ്ടും ഇതാ പഴുത്തതെല്ലാം ഇതാ പറിച്ചെടുക്കണതാ. പഴുത്തത് നോക്കി ഇതാ പറിച്ചെടുക്കുകയാണ്. പറിച്ചതിന് ശേഷം ഇന്നൊരാളിന് കൊടുക്കാൻ വേണ്ടിയാണ് പറിച്ചെടുക്കുന്നത്. അതുപോലെ നിങ്ങളെ വീടുകളിൽ ഇതേപോലെ ഒരു മരം ചെടി വാങ്ങിച്ച് നട്ട് കഴിഞ്ഞാൽ ഈ ബഡ് തൈയാണെങ്കിൽ ഒരുപാട് സ്ഥലവും വേണ്ട. എന്നാൽ നാടൻ മരത്തിനാണെങ്കിൽ ശരിക്കും സ്ഥലം വേണം. അത് ഞങ്ങളെ വീട്ടിൽ 2-3 നാടൻ മരം ഉണ്ട്. ഒന്ന് വരിക്കയും ആണ്, ഒന്ന് കൂഴയും ആണ്. എന്നാൽ ഇതിലെല്ലാത്തിലും ഈ വരിക്കയേക്കാളും എല്ലാം ടേസ്റ്റ് ബഡിലുള്ള ഫ്രൂട്ടിനാണ് വളരെ വലിയ ടേസ്റ്റ് ഉള്ളത്. ഏറ്റവും നമ്മൾ നട്ടതിലും വരിക്ക ഉണ്ടെങ്കിലും അതിനല്ല ടേസ്റ്റ് കൂടുതൽ. ഈ ബഡ് നമ്മൾ വാങ്ങിച്ച് നട്ടതിനാണ് ടേസ്റ്റ് കൂടുതൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങളെ വീട്ടിലൊക്കെ കാണുമായിരിക്കും. അപ്പോഴറിയാമല്ല ടേസ്റ്റ് കൂടുതൽ നമ്മൾ വാങ്ങിച്ച് നടുന്ന ബഡ് മരത്തിലെ കായ്ക്കാണ്. മധുരവും ടേസ്റ്റും ഇല്ല. എന്നാൽ ഞങ്ങൾ നാടൻ മരം ഒരു വരിക്കയുണ്ട്, അതിന് മധുരമൊക്കെ ഉണ്ട്. എങ്കിലും ടേസ്റ്റ് ഇവിടെ കൂഴ ഒരെണ്ണമുണ്ട്. മൂന്നിനും 3 ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ ഓരോ തൈകൾ വാങ്ങിച്ച് വയ്ക്കണം. നിങ്ങളെ മക്കൾക്ക് ഇഷ്ടത്തിന്. നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന ഇപ്പോൾ 1 കിലോയോ 2 കിലോയോ നമ്മൾ വാങ്ങുകയുള്ളൂ. എന്നാൽ ഇതാണെങ്കിൽ നമുക്ക് ഇഷ്ടത്തിന് നമ്മളെ വീട്ടിൽ നിന്ന് പറിച്ച് നമുക്ക് തോന്നുമ്പോഴെല്ലാം പറിച്ച് കഴിക്കാൻ സാധിക്കും. നമ്മളെ മക്കൾക്കായാലും നമുക്കായാലും എപ്പോഴാണ് കഴിക്കണമെന്ന് തോന്നിയാൽ അപ്പോഴും പറിച്ച് കഴിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ റംബൂട്ടാൻ്റെ ഒരു മരം വാങ്ങിച്ച് നട്ട്
പിന്നെ വലിയ പരിചരണമൊന്നും വേണ്ട. പിന്നെ വലിയ വെയിലാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ടി വരും. അല്ലാതെ ഞങ്ങളെപ്പോഴും വെള്ളമൊന്നും ഒഴിക്കുകയൊന്നുമില്ല.